ചില വാക്കുകളില്ലേ, ഒറ്റ കേൾവിയിൽ തന്നെ നമ്മളെ പിടിച്ചിരുത്തുന്ന ചില പ്രയോഗങ്ങൾ, അതിൻ്റെ അർത്ഥം എന്തായിരിക്കും എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ആലോചിച്ചു പോകും. അങ്ങനെ ഒരു വാചകമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. കാലപ്രവാഹത്തിന്റെ തീരങ്ങളിൽ. ഈ ഒരൊറ്റ പ്രയോഗം അതുമാത്രമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. കാലപ്രവാഹത്തിന്റെ തീരങ്ങളിൽ. ഒന്ന് നിർത്തി ആലോചിച്ചു നോക്കൂ. എന്താണ് ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്? ഒരുപക്ഷേ ഇതൊരു പുസ്തകത്തിന്റെ പേരാവാം, അല്ലെങ്കിൽ ഒരു കവിതയിലെ വരികളാവാം, ചിലപ്പോൾ ഒരു ജീവിതത്തെ മുഴുവൻ ഒറ്റ വാചകത്തിൽ ഒതുക്കിയതുമാവാം. അതെ, വെറും 3 വാക്കുകൾ, പക്ഷെ അതിനകത്ത് ഒരു പ്രപഞ്ചം തന്നെയുണ്ട്, അല്ലേ? കൃത്യമായി ഉപയോഗിച്ചാൽ കുറച്ച് വാക്കുകൾക്ക് ഒരു ലോകത്തെ മുഴുവൻ നമ്മുടെ മുന്നിൽ തുറന്നിടാൻ കഴിയും എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണത്. എന്തായിരിക്കും ഈ വാക്കുകളെ ഇത്ര ശക്തമാക്കുന്നത്? അപ്പോൾ അതാണ് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം. ഏതൊരു തലക്കെട്ടും ഒരു വാഗ്ദാനം പോലെയാണല്ലേ? അത് നമ്മളോട് ഒരു കഥ പറയാൻ പോവുകയാണെന്നൊരു സൂചനയാണ്. അങ്ങനെയെങ്കിൽ കാലപ്രവാഹത്തിന്റെ തീരങ്ങളിൽ എന്ന ഈ തലക്കെട്ട് എന്ത് കഥയായിരിക്കും നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്? നമുക്കിതൊന്ന് പൊളിച്ചു നോക്കിയാലോ? ശരി, അപ്പം നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഈ തലക്കെട്ടിന്റെ ഹൃദയമെന്ന് പറയുന്നത് ഒരൊറ്റ രൂപകമാണ്. അതായത് സമയത്തെ ഒരു പുഴ പോലെ, ഒരു നദി പോലെ കാണുന്ന ആ ഒരു സങ്കല്പം. നമുക്ക് ആദ്യം അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. എന്താണ് ഈ കാലപ്രവാഹം? ഇത് വെറുതെ സമയമെന്ന വാക്കിന് പകരമുള്ള ഒന്നല്ല. പ്രവാഹമെന്ന വാക്കിനൊരു ഒഴുക്കുണ്ട്, ഒരു ദിശയുണ്ട്, ഒരു ശക്തിയുണ്ട്. ഒരു പുഴ എങ്ങനെയാണോ മുന്നോട്ട് മാത്രം ഒഴുകുന്നത്, ഒരിക്കലും പിന്നോട്ട് പോകാത്തത്, അതുപോലെയാണ് സമയവും. അതിന് തടുത്തു നിർത്താൻ കഴിയില്ല. നമ്മളൊക്കെ സമയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പല രീതിയിലായിരിക്കും, അല്ലേ? ചിലർക്കതൊരു നേർരേഖയാണ്, ഭൂതകാലത്തിൽ തുടങ്ങി ഭാവിയിലേക്ക് നീളുന്ന ഒന്ന്. മറ്റു ചിലർക്ക് ഋതുക്കൾ പോലെ ആവർത്തിച്ചു വരുന്നൊരു വൃത്തമാണ്. പക്ഷേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ നദി എന്ന രൂപകമാണ് കൂട്ടത്തിൽ ഏറ്റവും ശക്തം. കാരണം ആ ഒഴുക്ക് എപ്പോഴും മുന്നോട്ടാണ്. അത് മാറിക്കൊണ്ടേയിരിക്കും. അതിലൊരേ വെള്ളം 2 തവണ മുങ്ങാൻ കഴിയില്ല. ഈ രൂപകത്തിന്റെ ഒരർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമ്മളാരും ഈ ഒഴുക്കിന് പുറത്തല്ല. ഈ വാചകം പറയുന്നത് പോലെ സമയമാകുന്ന നദി നിമിഷങ്ങളെ മാത്രമല്ല, നമ്മുടെ ഓർമ്മകളെ, എന്തിനെ നമ്മളെ തന്നെയും ഒഴുക്കിക്കൊണ്ടുപോവുകയാണ്. പലപ്പോഴും ആ ഒഴുക്കിൽ നമ്മൾ നിസ്സഹായരുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നദിയെപ്പറ്റി പറഞ്ഞു. ഇനി വരാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്, നമ്മുടെ തലക്കെട്ടിലെ രണ്ടാമത്തെ വാക്ക്, തീരങ്ങളിൽ. ഇവിടെയാണ് കാര്യങ്ങൾ ആകെ മാറുന്നത്. നമ്മളിനി ആ ഒഴുക്കിലല്ല, മറിച്ച് തീരത്തേക്ക് മാറി നിൽക്കാൻ പോവുകയാണ്. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്താണ് ഒഴുക്കിൽ പെട്ടുപോകുന്നതും തീരത്ത് മാറി നിന്ന് ആ ഒഴുക്കിനെ നോക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം? ആ ഒരു സ്ഥാനമാറ്റം നമ്മുടെ കാഴ്ചപ്പാടിനെ എങ്ങനെയാണ് മാറ്റുന്നത്? തീരത്ത് നിൽക്കുക എന്നതിന് എന്താണ് അർത്ഥം? ഈ വ്യത്യാസം നോക്കൂ. നിങ്ങൾ ഒഴുക്കിലാണെങ്കിൽ നിങ്ങൾ ഓരോ നിമിഷവും അനുഭവിക്കുകയാണ്, സംഭവങ്ങളോട് പ്രതികരിക്കുകയാണ്. എന്നാൽ നേരെ മറിച്ച് നിങ്ങൾ തീരത്താണെങ്കിലോ, നിങ്ങളൊരു നിരീക്ഷകനായി മാറുന്നു. പ്രതികരിക്കുന്നതിനു പകരം നിങ്ങൾ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, വിചിന്തനം ചെയ്യുന്നു. ആ ഒഴുക്കിനെ മുഴുവനായി കാണാൻ സാധിക്കുമ്പോൾ നിങ്ങൾക്കൊരു വലിയ ചിത്രം കിട്ടുന്നു. അപ്പോൾ ഈ തീരത്ത് നിൽക്കുക എന്നത് ഒരു സ്ഥലമല്ല, അതൊരു പ്രക്രിയയാണ്. അതിന് ചില പടികളുണ്ട്. നോക്കൂ, ആദ്യം നമ്മൾ ജീവിതം അനുഭവിക്കുന്നു, അതായത് നദിയിൽ ജീവിക്കുന്നു. പിന്നെ നമ്മൾ ബോധപൂർവം കുറച്ചു നേരത്തേക്ക് തീരത്തേക്ക് മാറി നിൽക്കുന്നു. എന്നിട്ട് അവിടെ ഇരുന്ന് നമ്മുടെ ജീവിതമാകുന്ന ആ ഒഴുക്കിനെ നിരീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ചില പാറ്റേണുകൾ, ചില ക്രമങ്ങൾ കാണാൻ സാധിക്കും. ഒടുവിൽ ആ യാത്രയുടെ യഥാർത്ഥ അർത്ഥം എന്തായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ശരി, അപ്പോൾ നമ്മൾ നദിയെ കണ്ടു, തീരത്തെയും കണ്ടു, അതായത് ഒഴുക്കും അതിനെക്കുറിച്ചുള്ള ചിന്തയും. ഇനി ഇവ രണ്ടും കൂടെ ഒന്നിച്ചു ചേരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ആ തലക്കെട്ടിന്റെ മുഴുവൻ അർത്ഥം നമുക്ക് പിടികിട്ടാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആ തലക്കെട്ടിലേക്ക് വീണ്ടും വരാം. കാലപ്രവാഹത്തിന്റെ തീരങ്ങളിൽ. ഇപ്പോൾ ഇതിന് കുറച്ചുകൂടി ആഴം തോന്നുന്നില്ലേ? ഇത് വെറുമൊരു ജീവിതത്തെക്കുറിച്ചല്ല, മറിച്ച് ജീവിതത്തെ തിരിഞ്ഞു നോക്കുന്നതിനെക്കുറിച്ചാണ്. അനുഭവവും ആ അനുഭവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവും ഒന്നിച്ചു ചേരുന്ന ഒരു മനോഹരമായ ഇടമാണിത്. അപ്പോൾ ഇത് ആരുടെ കാഴ്ചപ്പാടാണ്? ഇതൊരു പക്ഷേ തൻ്റെ ഭൂതകാലത്തെ ഓർത്തെടുത്ത് അതിൽ നിന്നൊരു കഥ മെനഞ്ഞെടുക്കുന്ന ഒരാളുടെ കാഴ്ചപ്പാടാണ്. ഒരു കഥാകാരൻ്റെ, അല്ലെങ്കിൽ സ്വന്തം ജീവിതം എഴുതുന്ന ഒരാളുടെ, അല്ലെങ്കിൽ ഒരു തത്വചിന്തകൻ്റെ. സ്വന്തം ജീവിതത്തെ ഒരു കഥ പോലെ നോക്കിക്കാണുന്ന ആർക്കും ഈ തീരത്ത് നിൽക്കാം. ഈ കാഴ്ചപ്പാടിൻ്റെ ഏറ്റവും വലിയൊരു ശക്തി ഇതാണ്. തീരത്ത് നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും വെവ്വേറെ നിൽക്കുന്ന തുരുത്തുകളായി തോന്നില്ല. പകരം അവയെല്ലാം ചേർന്നൊഴുകുന്ന ഒരു പുഴയായി കാണാൻ പറ്റും. എൻ്റെ യാത്ര എവിടെ നിന്ന് തുടങ്ങി, ഞാനിപ്പോൾ എവിടെയാണ്, ഇനി എൻ്റെ ഒഴുക്ക് എങ്ങോട്ടാണ് എന്നതിനെക്കുറിച്ചൊരു ധാരണ കിട്ടും. അപ്പോൾ ഈയൊരു ചിന്ത ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തെ ഒരു നദിയായി സങ്കൽപ്പിക്കുക. എന്നിട്ട് സ്വയം ചോദിക്കുക, നിങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്?
ആ നദിയുടെ ഒഴുറ്റിൽപ്പെട്ട് അതിവേഗം മുന്നോട്ട് കുതിക്കുകയാണോ, അതോ ഇടയ്ക്കൊരു നിമിഷം തീരത്തേക്ക് മാറി നിന്ന് ആ ഒഴുക്കിന്റെ ഭംഗിയും ഭീകരതയും നോക്കിക്കാണാൻ നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ടോ? ഒന്നാലോചിച്ചു നോക്കൂ.